My dear CA students, welcome to the world of strategic management. Today, we will look into two different aspects of strategy. One is known as proactive strategy. The another one is known as reactive strategy. Proactive strategy എന്ന് പറഞ്ഞാൽ സജീവമായ നേരത്തെ മുൻകരുതലോടെ തീർച്ചപ്പെടുത്തി വെച്ചിട്ടുള്ള സ്ട്രാറ്റജി. റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ കണ്ടിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കുക. അതാണ് റിയാക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയും. അപ്പോൾ പ്രോആക്റ്റീവ് സ്ട്രാറ്റജി മാത്രമുള്ള കമ്പനികൾ, റിയാക്റ്റീവ് സ്ട്രാറ്റജി മാത്രമുള്ള കമ്പനികൾ എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പല കമ്പനീസും ഇത് രണ്ടിൻ്റെയും സമ്മിശ്രതയോടെയാണ് മുമ്പിലോട്ട് പോകണം. സ്ട്രാറ്റജി എന്ന പദം തന്നെ നമുക്കറിയാം, ഒരു കുശലതയുള്ള, കൗശലമുള്ള വസ്തു അല്ലെ, ഒരു സ്കിൽ അവർക്കുണ്ട്. അതുകൊണ്ടാണ് ആ സ്കില്ല് വെച്ചിട്ടാണ് ഈ സ്ട്രാറ്റജി അവര് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ചില ആക്ഷൻ പ്ലാൻസ് കമ്പനികൾ മുൻകരുതലോടെ ചെയ്യും. ബിക്കോസ് എല്ലാ കമ്പനിക്കും എന്താ വേണ്ടത്? ബയേഴ്സ് പാറ്റർനേജ് അല്ലെ, സാധനം വാങ്ങിക്കുന്ന ആളിന്റെ, ഉപഭോക്താവിന്റെ ഒരു പാട്രണേജ്, ഒരു ലോയൽറ്റി പിടിച്ചെടുക്കണം. അതാണ് ഏത് കമ്പനി കൊണ്ടുവരുന്ന സ്ട്രാറ്റജി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ വ്യക്തമായിട്ടും പ്രോആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് സ്ട്രാറ്റജി എന്താണ് എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് മെറ്റീരിയലുള്ള ഒന്ന് രണ്ട് കീ വേർഡ്സ് നോക്കാം, ശ്രദ്ധിക്കുക. എ കമ്പനി യൂസസ് ബോത്ത് proactive and reactive strategy to cope up with uncertain business environment. അപ്പോൾ ഈ ബിസിനസ് എൻവിറോൺമെന്റിൽ അൺസർട്ടൺ ആയിട്ട്, അതായത് തീരുമാനിക്കാൻ പറ്റാത്ത രീതിയിൽ ചില ഇവന്റ്സ്, ചില സംഭവങ്ങൾ വരും. ആ സമയത്ത് നമ്മളത് കോപ്പപ്പ് ചെയ്യണ്ടേ അല്ലെ, മുന്നിലോട്ട് കൊണ്ടുപോകണ്ടേ നമ്മുടെ ബിസിനസ്സിനെ. അതിനെ എന്താ, ഏതൊക്കെയാ അഡോപ്റ്റ് ചെയ്യുക, സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുക. അതാണ് ഒന്ന് proactive strategy, which is also known as planned strategy or intended strategy. നമ്മൾ നേരത്തെ കരുതി വെച്ചിട്ടുണ്ട്, അതാണ് ആ സ്ട്രാറ്റജി. Whereas reactive strategy is adaptive. സിറ്റുവേഷൻ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് അല്ലെ. അപ്പൊ ഒരാൾ ആദ്യമേ എന്തെങ്കിലും ചെയ്ത് കാണും, പിന്നെ അതിനുശേഷം നമ്മൾ പിന്നാലെ വരിക. ഇപ്പോ ക്ലാസിക് എക്സാമ്പിൾ പറയാൻ പോയാൽ IPL അല്ലെ, ഇന്ത്യയിൽ 2007, 2008 IPL എന്ന സാധനം ക്രിക്കറ്റിൽ വന്നു. പ്രോആക്റ്റീവ് സ്ട്രാറ്റജിയാണ്. പക്ഷേ ആ പ്രോആക്റ്റീവ് സ്ട്രാറ്റജിയിൽ പല പ്ലസും മൈനസും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നും കുറെ കൊല്ലങ്ങളായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അതിൽ നിന്നുള്ള മെച്ചം പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ തുടങ്ങിയതാണ് ഈ പ്രോ കബഡി അല്ലെ, അതുപോലെ തന്നെ ഫുട്ബോൾ, അതിൻ്റെയൊക്കെ IPL പോലെയുള്ള സംഭവം. മാത്രമല്ല സെലിബ്രിറ്റി ക്രിക്കറ്റ് അതും വന്നു, CCL അല്ലേ. അപ്പോൾ ഇതുപോലെയാണ്. അപ്പൊ ചിലവര് റിയാക്റ്റീവ് ആണ്, നോക്കി ഫോളോ ചെയ്ത് ചെയ്യും, സിറ്റുവേഷൻ മനസ്സിലാക്കി വ്യക്തമായിട്ട് ചെയ്യുക. ചിലവർ അങ്ങനെയല്ല, നമുക്ക് നേരത്തെ മുന്നിലോട്ട് ഇറങ്ങാം. കമ്പനികൾ ഇന്ന് രണ്ട് സ്ട്രാറ്റജിയും കയ്യിൽ കൊണ്ടാണ് നടക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ സ്റ്റഡി മെറ്റീരിയലിന്റെ ഒരു എക്സാമ്പിൾ ആണ് UPI അല്ലെ, ഒരു പ്രോആക്റ്റീവ് സ്ട്രാറ്റജിയാണ് അല്ലെ. ഇന്ന് ബാങ്ക് അക്കൗണ്ട് പോലും ബാങ്കിൽ പോയി ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കാര്യങ്ങളൊന്നും നടത്തേണ്ട ആവശ്യമില്ല, മൊബൈൽ നമ്പർ മാത്രം മതി. UPIയിൽ ആർക്ക് വേണമെങ്കിൽ പണം ട്രാൻസ്ഫർ ചെയ്യാം, പണം റിസീവ് ചെയ്യാം. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്, മേക്ക് ഇൻ ഇന്ത്യ കോൺസെപ്റ്റ്സ്, പ്രോആക്റ്റീവ് സ്ട്രാറ്റജീസ്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രോആക്റ്റീവ് സ്ട്രാറ്റജിയിൽ എന്തൊക്കെയാ, റിയാക്റ്റീവ് സ്ട്രാറ്റജിയിൽ എന്തൊക്കെയാ, എങ്ങനെയാണ് കമ്പനി മുന്നിലോട്ട് പോകുന്നത്, ആ കോൺസെപ്റ്റ് വ്യക്തമാവണം. ഒരു എക്സാമ്പിള് ഈ സ്ട്രാറ്റജിയെ കുറിച്ച് നമുക്ക് നോക്കാം. എ കെച്ചപ്പ് ബ്രാൻഡ് മേക്കിംഗ് എ ഹെൽത്തിയർ കെച്ചപ്പ് വിത്ത് ലെസ് ഷുഗർ ആൻഡ് പ്രിസർവേറ്റീവ്സ് ടു അട്രാക്ട് മോർ കസ്റ്റമേഴ്സ് by letting parents feel safe about their kids consuming ketchup. Can this be called as a strategy? നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ കൊടുത്തുള്ള ഒരു ചെറിയ കേസ് സ്റ്റഡിയാണ്. ഒരു കെച്ചപ്പ് ബ്രാൻഡ്
ഷുഗർ കുറച്ചിട്ടുള്ള, പ്രിസർവേറ്റീവ്സ് കുറച്ചിട്ടുള്ള ഒരു കെച്ചപ്പ് കൊണ്ടുവരുന്നു. ആർക്കാ? കുട്ടികൾക്ക് വേണ്ടി, അല്ലേ? അപ്പോ ഇതെന്താ സ്ട്രാറ്റജി ആണോ ഇല്ലയോ എന്നാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെ പല ചെറിയ ചെറിയ കേസ് സ്റ്റഡി ബേസിസിലാണ് നമുക്ക് എക്സാമിനും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അതിനും ആൻസർ ചെയ്യാൻ നമ്മൾ സജ്ജമായിരിക്കണം. അപ്പോ ഇതൊന്ന് സ്ട്രാറ്റജി ആണോ ഇല്ലയോ? ഉറപ്പാണ് ഇത് സ്ട്രാറ്റജിയാണ്. അപ്പൊ സാർ ഇത് പ്രോആക്റ്റീവ് സ്ട്രാറ്റജി ആണോ റിയാക്റ്റീവ് സ്ട്രാറ്റജി ആണോ? ഇപ്പൊ ആരും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇതൊരു പ്രോആക്റ്റീവ് ആയിട്ട് മാറും. അല്ല, പല ബ്രാൻഡ്സും ചെറുതായിട്ട് കൊണ്ടുവന്നു, ഞങ്ങളും ഇറക്കാം എന്നുള്ള രീതിയായാൽ ഇത് റിയാക്റ്റീവ് ആയിട്ട് മാറും. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് ഈ സ്ട്രാറ്റജി പ്രോആക്റ്റീവും റിയാക്റ്റീവും ആയിട്ട് മാറും. ഇത് ഡെഫിനറ്റ്ലി ഒരു സ്ട്രാറ്റജിയാണ്. ഇന്നത്തെ ലിവിങ് കണ്ടീഷൻസ്, അല്ലെ, ഓർഗാനിക് ലിവിങ് കണ്ടീഷൻസ് ആണ്. പലരും അങ്ങനെയാണ് നോക്കുന്നത്, അല്ലെ. നമുക്കിന്ന് പല രീതിയിലും ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഓർഗാനിക് ആയിട്ടുള്ള ദാൽ, സിറിൽസ്, ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഒരു സ്ട്രാറ്റജി തന്നെയാണ്. ഇതൊരു കമ്പനി ആദ്യമായിട്ട് കൊണ്ടുവരുമ്പോൾ അത് പ്രോആക്റ്റീവ് ആയിട്ട് മാറും. മറ്റുള്ള കമ്പനികൾ കൊണ്ടുവരുമ്പോൾ അത് റിയാക്റ്റീവ് സ്ട്രാറ്റജി ആയിട്ട് മാറും. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ സ്ട്രാറ്റജിയിൽ മനസ്സിലാക്കേണ്ടത്. ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തിരുന്ന മെറ്റീരിയലിന്റെ ആ കീ പിക്ചർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു കമ്പനിയുടെ കയ്യിലുള്ള എന്തൊക്കെയാണ്? എ കമ്പനി ഹാസ് എക്സ്പീരിയൻസസ്, നോ ഹൗ, റിസോഴ്സസ്, സ്ട്രെങ്ത്, വീക്ക്നെസ് ആൻഡ് കോമ്പറ്റീഷൻ കേപ്പബിലിറ്റീസ്. എല്ലാ കമ്പനിക്കും ഇതെല്ലാം ഉണ്ടായി കാണും. നോ ഹൗ, അവരുടേതായിട്ടുള്ള ഒരു നോളജ് ഹബ് എന്ന് പറയും. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? പലതും. ഫൈനാൻസ് ഒരു റിസോഴ്സാണ്, HR ഹ്യൂമൻ റിസോഴ്സാണ്, അല്ലേ? ഇങ്ങനെ പലതും. നമ്മുടെ മെഷീനറി ഒരു റിസോഴ്സാണ്, നമ്മുടെ റാ മെറ്റീരിയൽ ഒരു റിസോഴ്സാണ്, ഒരു പ്രൊഡക്ഷൻ കേപ്പബിലിറ്റി ഒരു റിസോഴ്സാണ്. അപ്പോൾ ഇങ്ങനെ പല റിസോഴ്സസും ഉണ്ടാവും. അതിൽ നമുക്ക് എന്താ? സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കാണാൻ പറ്റും. മാത്രമല്ല കോമ്പറ്റീറ്റീവ് കേപ്പബിലിറ്റീസ്, അല്ലെ? ഇന്ന് ബിസിനസ് മാർക്കറ്റിൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പറയേ വേണ്ട, അത് ഉള്ളതാണ്. ഇന്ന് മൊണോപ്പൊളി എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞാൽ പറയാം, അല്ലേ? അങ്ങനെയാണ് ഇന്നത്തെ ബിസിനസ് എൻവറോൺമെന്റ് പോണത്. അപ്പോൾ ഇത് എല്ലാ കമ്പനിയിലും ഉണ്ടാവും. ഇത് ഉള്ളപ്പോൾ കമ്പനി എങ്ങനെയാ തന്റെ സ്ട്രാറ്റജി അഡാപ്റ്റ് ചെയ്യുക? അതാണ് ഇവിടെ രണ്ടാമത്തെ പിക്ചറിൽ അവർ സൂചിപ്പിക്കുന്നത്. ന്യൂ ഇനിഷ്യേറ്റീവ്സ് പ്ലസ് ഓൺഗോയിങ് സ്ട്രാറ്റജി. പുതിയ സംരംഭങ്ങൾ, പുതിയതായിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നിലോട്ട് കൊണ്ടുപോവുക. നമ്മുടെ പഴയ എക്സ്പീരിയൻസ് എല്ലാം വെച്ചിട്ട് അതിനെ ഒന്ന് സമഗ്രമാക്കിയിട്ട് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യും. അതാണ് a planned and intended strategy companies will use, and according to the situation then they will come back to the reactive strategy. അതെന്താ റിയാക്റ്റീവ് സ്ട്രാറ്റജി? അഡാപ്റ്റീവ് റിയാക്ഷൻസ് ടു ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസ്. അപ്പോൾ സർക്കംസ്റ്റാൻസസ് മാറിക്കൊണ്ടേയിരിക്കും, ഡൈനാമിക് ആണ്. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രാറ്റജിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡൈനമിസം, അല്ലെ? സബ്ജക്ട് ടു ചേഞ്ചസ്. അപ്പോൾ ഇന്റൻഡഡ് സ്ട്രാറ്റജി ഉണ്ടാവും, അഡാപ്റ്റീവ് സ്ട്രാറ്റജി ഉണ്ടാവും. അതാണ് റിയാക്റ്റീവ് സ്ട്രാറ്റജി എന്ന്. ഇന്റൻഡഡ് സ്ട്രാറ്റജിനെ നമ്മൾ പ്രോആക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയും, അഡാപ്റ്റീവ് സ്ട്രാറ്റജിനെ നമ്മൾ റിയാക്റ്റീവ് സ്ട്രാറ്റജി എന്ന്. രണ്ടും ചേർത്തിട്ടാണ് ഇന്ന് കമ്പനികൾ പോണത്, ഒന്ന് മാത്രമല്ല. യെസ്, പലതും പുതിയതായിട്ട് കൊണ്ടുവരും, പക്ഷെ അതിലുള്ള മാറ്റങ്ങൾ എന്താണ്? അഡാപ്റ്റീവ് സ്ട്രാറ്റജിയാണ്. ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള കമ്പനീസ്, അല്ലെ? മുമ്പ് TV തന്നെ ഒരു ലക്ഷറി ആയിരുന്നു, ഇന്ന് ഒരു സാധാരണ വിഷയമായി. കേബിൾ കണക്ഷൻ, ആന്റിന വെക്കുക, ഇതെല്ലാം പഴയതായിരുന്നു. ഇപ്പോഴെന്താ? പലതും OTT പ്ലാറ്റ്ഫോംസ് ആണ്, അല്ലെ? ആ ഒരു പ്രോആക്റ്റീവ്നെസ്, പുതിയ പുതിയ ഇനിഷ്യേറ്റീവ്സ് എടുത്തുകൊണ്ടിരിക്കുക. അവർക്ക് എന്ന് ലാഭം ഉണ്ടാവും. പക്ഷെ കസ്റ്റമറുടെ അല്ലെങ്കിൽ ബയ്യറുടെ നീഡ്സ് എന്താണ്, വാണ്ട്സ് എന്താണ്, പ്രിഫറൻസസ് എന്താണ് മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കും ആ കമ്പനിക്ക് സക്സസ് ഉള്ളത്. അഡാപ്റ്റീവ് സ്ട്രാറ്റജി, മറ്റുള്ള കമ്പനിയും ചെയ്യുന്നുണ്ടല്ലോ, ഞാനും അതുപോലെയുള്ള പ്രോഡക്റ്റ് ഇറക്കാം, അത് ശരിയായി വരുമോ നോക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് കമ്പനി സ്ട്രാറ്റജി ഈസ് ദ ആക്ച്വൽ സ്ട്രാറ്റജി വിച്ച് ക്യാൻ ബി എയ്തർ പ്രോആക്റ്റീവ് ഓർ റിയാക്റ്റീവ്. അതാണ്, എയ്തർ പ്രോആക്റ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ റിയാക്റ്റീവ് ആയിരിക്കും. എല്ലാ കമ്പനീസും ഈ രണ്ട് സ്ട്രാറ്റജിയും ചേർത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇത് വർക്കൗട്ട് ആയിട്ടെങ്കിൽ എന്താ ചെയ്യുക? അബാൻഡൻഡ് സ്ട്രാറ്റജി. ഇത് വേണ്ടണം, ഇത് നമുക്ക് വർക്കൗട്ട് ആയിട്ടില്ല എന്ന് കമ്പനികൾ തീരുമാനിക്കും. പലതും, ചിലപ്പോൾ ടൈമിംഗ് ആയിരിക്കും, ചിലപ്പോൾ ആ പ്രോഡക്റ്റിന്റെ ചില ഫീച്ചേഴ്സ് ആയിരിക്കും,
ഇതെല്ലാം ചിലപ്പോൾ വേണ്ട എന്നുള്ള രീതിയായിരിക്കും. ആ സ്ട്രാറ്റജിയും കമ്പനികൾ അഡോപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സൂചിപ്പിച്ചിരിക്കുന്നത് മെയിനായിട്ടും company can adopt a proactive as well as reactive strategy. To what extent? To earn the buyer's patronage. ഏത് കമ്പനിക്കും ബയേഴ്സ് പാറ്റർനേജ് മേടിക്കാനാണ് ഈ പ്രോആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് സ്ട്രാറ്റജിയും അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്കെല്ലാം വൃത്തിയായിട്ടും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ ധാരാളമായിട്ടും ചോദിക്കുക. നമ്മുടെ ലൈവ് സെഷൻസിൽ ഇനിയും കൂടുതൽ എക്സാമ്പിൾസോടെ കൂടുതൽ ഈ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ നോക്കാം. ഓൾ ആർ വെൽക്കം. താങ്ക് യു.